ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കുറേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ വന്ന് നിൽക്കാറൊന്നുമില്ല. അച്ഛൻ മരിച്ചേ പിന്നെ അമ്മയും ഞാനും അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് അടിച്ചു വരി തുടക്കുകയൊക്കെ ചെയ്യുക. ഇപ്പം അച്ഛൻ്റെ ആണ്ടായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ട്. ഞങ്ങളിത് രാവിലെയാണ് എത്തിയത്. ഒരു ഉച്ച അങ്ങനെ ആകുമ്പോഴേക്കും മൂത്തച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ചോറൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടാണ് വന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ചോറും കറികളും ഒക്കെ എടുത്തിട്ടാണ് വന്നത്. കാരണം ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊന്നും ആയിട്ടില്ല. കാരണം പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കണം, പിന്നെ തേച്ച് എടുക്കണം, വെള്ളമൊക്കെ അപ്പുറത്ത് കുടിക്കുന്ന വെള്ളം ഞങ്ങൾ അടുത്ത വീട്ടിൽ നിന്ന് തന്നെ എടുക്കില്ല, അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചൂല് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. അടിച്ച് വരുന്ന ഒറ്റ ചൂലേ ഉണ്ടായിരുന്നുള്ളൂ. യൂസ് ചെയ്യാത്തത് കാരണം ചൂലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ ചൂലിന് ചെന്നപ്പോൾ അവിടെ ഇല്ല. അവിടെ നിന്ന് ഒരു കൊലച്ചിലും എടുത്തിട്ട് ഞാൻ കുറച്ചൊക്കെ അഴിച്ച് വരി കൊടുത്തു. പിന്നെ കുറേ ഓലയും കവുങ്ങിൻ്റെ പട്ടിയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്തൊരു ഭാഗത്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഇതാ തെങ്ങിൻ്റെ മണ്ടക്ക് നിന്ന് ഓലകളൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ട് നമ്മളെ വീടിനൊക്കെ ഉള്ള ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ വക്കത്തിക്കൊണ്ട് വെട്ടി അതൊക്കെ തീയിലിട്ട് കത്തിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരുവിധം ഞങ്ങളിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് വീട്. അപ്പോഴത്തേക്ക് ക്ഷീണം പിടിച്ചാകെ വീണ് പോയിട്ടുണ്ട്. ഇതാ പറയുന്നത്, വീട്ടിലാരും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വീടാകെ നശിച്ചു പോകുമെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ചെതൽ പിടിച്ചിട്ടുണ്ട്, ആകെ മൊത്തം വൃത്തികേടായിട്ടുണ്ട്. അത് കാണുമ്പോൾ നെഞ്ചിലൊരു വിങ്ങലാണ്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പണിതെടുത്ത വീടാണ്. അപ്പോൾ വീടിങ്ങനെ നശിച്ചു പോകുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷമാണ് ഏച്ചി വന്നത്. അവളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവൾ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനിയൊക്കെ ഇതാ ഇവിടെയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അടിച്ച് വാരിയിട്ട്. അതൊക്കെ എടുത്ത് തീടാൻ പോവാണ്. അങ്ങനെ അടിച്ച് വാരി തീയിട്ടതിന് ശേഷം ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ചില്ലായി നിന്നിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഇതാ പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അച്ഛന് കൊടുക്കൊക്കെ വെക്കാനുള്ള പഴംപൊരിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതിലൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം എനിക്ക് പീരീഡ്സ് ആയിരുന്നു. അതുകൊണ്ട് കൊടുക്കൊക്കെയുള്ള സാധനങ്ങളൊന്നും എനിക്ക് തൊടാനൊന്നും പറ്റില്ല. അച്ഛന് ചക്കപ്പുഴുക്ക്, പഴംപൊരി, ഉള്ളിവട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾ ഈ കൊടുക്കൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടുക്കുക കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ വിശ്വാസമാണല്ലോ. ഞങ്ങൾക്ക് അതിനോട് ഭയങ്കര വിശ്വാസമായതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ കൊടുക്കുന്നത്. അച്ഛന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞങ്ങൾക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കുടുംബക്കാരൊന്നും എപ്പോഴും ഒന്നും വിളിച്ചൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ അച്ഛൻ്റെ കാര്യങ്ങൾക്കൊക്കെ അവരൊക്കെ എത്തിപ്പെടാറുണ്ട് കേട്ടോ. എന്ത് തിരക്കിലാണെങ്കിലും അച്ഛൻ്റെ കാര്യങ്ങൾക്കൊക്കെ അവർ ഓടിപ്പിടിച്ച് വരാറുണ്ട്. അതിപ്പോൾ അച്ഛൻ മരിച്ച സമയത്തായിക്കോട്ടെ, അച്ഛൻ സുഖമില്ലാത്ത സമയത്തായിക്കോട്ടെ ഒക്കെ അവർ വന്നിട്ടുണ്ട് കേട്ടോ. അച്ഛൻ സുഖമില്ലാത്ത സമയത്തൊക്കെ എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ച സമയത്തും ആ സമയത്തും ഞങ്ങളെ താങ്ങിക്കൊണ്ടുപോയത് ഇവരൊക്കെ തന്നെയായിരുന്നേ. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആണ്ടിൻ്റെ 2-3 ദിവസം മുമ്പിട്ട് എനിക്ക് ചേച്ചിക്കും വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. കാരണം എന്തോ മനസ്സിലേക്ക് സങ്കടങ്ങൾ ഇങ്ങനെ കയറി വരുന്ന സമയമായിരുന്നു. ഓരോ ദിവസവും ഞാൻ ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നത്, ഞങ്ങൾ ഇന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലായിരുന്നു, ഇന്ന സമയത്ത് ഇങ്ങനെയാക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ടായിരുന്നു. കാരണം അച്ഛനെയും കൊണ്ട് 2-3 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെയാണ് അച്ഛൻ മരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ കുട്ടേട്ടനും കുട്ടപ്പേട്ടനും ഒക്കെ കൂടെ വയലിൽ പോയിട്ട് കുളത്തിൽ നിന്ന് മീൻ പിടിക്കുകയാണ്. പിന്നെ ഞങ്ങളും പോയി മീനൊക്കെ പിടിച്ച് കുറച്ച് ഒരു ബക്കറ്റ് നിറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. രാവിലെ ഇവർ രണ്ടുപേരും കൂടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ വെയിലായത് കൊണ്ട് വേഗം തിരിച്ച് വന്നതാണ്. അന്നേരം ഒരു കഴിച്ചിലെങ്ങാനും കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ തപ്പി മണ്ണിരേനെയൊക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇപ്പം മീൻ പിടിക്കുന്നത്. വൈകുന്നേരം എല്ലാവരും പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം എല്ലാവരും കൂടെ ഒന്ന് വയലിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. മീനൊക്കെ നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആൾക്കാരാണ്. മീൻ ഇങ്ങനെ കൊത്തും കൊളുത്തിലേക്ക്. നമ്മൾ വലിക്കുന്ന സമയത്ത് അതിലേക്ക് തന്നെ വീണ് പോകുന്നുണ്ട്. 2-3 എണ്ണം അങ്ങനെ വീണ് പോയിട്ടുണ്ട്. അത് നല്ല വലിപ്പമുള്ള മീനായിരുന്നേ. ലീവിനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായിരുന്നു സഞ്ചി എടുത്തിട്ട്. മീനെ കിട്ടുന്തോറും ആ സഞ്ചിയിലേക്ക് എടുത്തിടുകയാണ്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള മണ്ണിരൊക്കെ തീർന്നേരം ഞങ്ങൾ മീൻപിടുത്തമൊക്കെ അവസാനിപ്പിച്ചിട്ടോ. അത് അവസാനം കിട്ടിയൊരു കില്ലാടിയാണ് ഇത്. ഭയങ്കര വലിപ്പമുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങളെ ബാക്കിയുള്ള കസിൻസൊക്കെ വീട്ടിൽ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ.